അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നമ്മുടെ സിഫത്തു സ്വലാത്ത്, നമസ്കാരത്തിൻ്റെ രൂപത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. മുഹമ്മദ് ബിൻ സാലിഹ് ബിൻ ഉസൈമീൻ റഹിമഹുള്ളയുടേതാണ്. അപ്പോൾ ഇനി നമ്മൾ വായിക്കാൻ പോകുന്നത് കൈഫിയത്ത് സ്വലാത്തി റക്അത്തി സാനി. ഒരു റക്അത്ത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ് പൂർത്തിയാക്കി. തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ രൂപം, ഖിയാമിൻ്റെ രൂപം, റുക്കൂഇൻ്റെ രൂപം, ഇഅ്തിദാലിൻ്റെ രൂപം, സുജൂദ്, ഇടയിലിരുത്തം, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയേണ്ടത് രണ്ടാമത്തെ റക്അത്തിനെ കുറിച്ചാണ്. നമ്മുടെ ഇതിൻ്റെ അടിസ്ഥാന ഗ്രന്ഥത്തിലുള്ള വാചകം നമുക്ക് വായിക്കാം. ഖാലൽ മുഅല്ലിഫ് റഹിമഹുല്ലാ വയുസല്ലി അസ്സാനിയ കദാലിക്. വയുസല്ലി അസ്സാനിയ കദാലിക്. രണ്ടാമത്തേതും അപ്രകാരം അവൻ നമസ്കരിക്കണം. രണ്ടാമത്തേതും അപ്രകാരം അവൻ നമസ്കരിക്കണം. ഏത്? ഒന്നാമത്തെ റക്അത്ത് നിസ്കരിച്ചതുപോലെ രണ്ടാമത്തെ റക്അത്തും നിസ്കരിക്കണം. ഇവിടെ വയുസല്ലി അസ്സാനിയ, രണ്ടാമത്തേത് എന്നേ പറഞ്ഞുള്ളൂ. രണ്ടാമത്തെ റക്അത്ത് എന്നുള്ളത് അദ്ദേഹം എന്ത് ചെയ്തു? വിട്ടുകളഞ്ഞു. ശരിക്ക് യുസല്ലി റക്അത്ത് സാനിയ എന്നാണ്. റക്അത്ത് പറയാതെ യുസല്ലി അസാനിയ കദാലിക്ക എന്നാണ്. അത് പൊതുവേ ഭാഷയിലുള്ളൊരു പ്രയോഗമാണത്. ഇപ്പോൾ നമ്മൾ സാധാരണ ഇല്ലല്ലദീന ആമനു വ അമിലു സ്വാലിഹാത്ത് എന്ന് പറയുമ്പോൾ ഇല്ലല്ലദീന ആമനു വ അമിലു അൽ അഅമാല സ്വാലിഹാത്ത് എന്നാണ് ശരി. അമിലു അവർ പ്രവർത്തിച്ചു, അൽ അഅമാല സ്വാലിഹാത്ത് നല്ല പ്രവർത്തനങ്ങൾ. അപ്പോൾ അവിടെ പ്രവർത്തനങ്ങൾ എന്നുള്ളത് വിട്ട് കളഞ്ഞിട്ട് വെറും അമിലു സ്വാലിഹാത്തി എന്ന് മാത്രം പറഞ്ഞു. അത് ഭാഷയിലുള്ളൊരു രൂപമാണ്. അതുതന്നെയാണ് ഇദ്ദേഹം ഇതിൻ്റെ അടിസ്ഥാന ഗ്രന്ഥത്തിലും പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ റക്അത്തും ഒന്നാമത്തേതുപോലെ അയാൾ നമസ്കരിക്കണം എന്നാണ്. കദാലിക്ക എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്രകാരം എന്ന് പറഞ്ഞാൽ എന്താണ്? യുസല്ലിഹ കൽ ഊല യഅനി ഫിൽ ഖിയാമി വറുക്കൂഇ വസ്സുജൂദി വൽജുലൂസ് വമാ യുഖാലു ഫീഹ. ഒന്നാമത്തെ റക്അത്ത് നമസ്കരിച്ചതുപോലെ തന്നെ അതിലെ നൃത്തമായാലും റുക്കൂ ആയാലും സുജൂദായാലും ഇരുത്തമായാലും എല്ലാം ഒന്നാമത്തേതുപോലെ ചെയ്യണം എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ് സുമ്മസ്തസ്നാൽ മുഅല്ലിഫ് വഖാല, ഒന്നാമത്തെ റക്അത്ത് പോലെ രണ്ടാമത്തെ റക്അത്തും ആകണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ് മാ അദത് തഹരീമ. എന്നാൽ ഒന്നാമത്തെ റക്അത്തിൽ തക്ബീറത്തുൽ ഇഹ്റാമുണ്ട്, രണ്ടാമത്തിലുമാണോ? നമ്മൾ നിവർന്ന് വരുമ്പോഴുള്ള തക്ബീറുണ്ട്. നിവർന്ന് വരെ തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള തക്ബീറാണ്. അപ്പോൾ രണ്ടാമത്തെ റക്അത്തിലേക്ക് വന്ന ഒരാൾ എന്താണ്? ഒന്നാമത്തെ റക്അത്തിലേക്ക് പ്രവേശിച്ചതുപോലെ ഒരു തക്ബീറത്തുൽ ഇഹ്റാമാണ് എന്നുള്ള നിലക്കൊരു തക്ബീർ ചെല്ലിയാൽ എന്തായിരിക്കും? ലി അന്ന തഹരീമാ തുഫ്തതഹു ബിഹസ്വല. കാരണം തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറഞ്ഞാൽ നിസ്കാരം ആരംഭിക്കപ്പെടുമ്പോഴുള്ളതാണ് തഹരീം. വഖദ് ഇസ്തതഫഅത് ബൽ ലൗ അന്നഹു കബ്ബറ നാവിയൻ അത്തഹരീമ. അങ്ങനെ ഞാൻ എന്താണ് തുടങ്ങുകയാണ് എന്നാണ് അയാൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അയാൾ നിസ്കാരം ബാത്തിലായി. കാരണം ഒരു റക്അത്ത് കഴിഞ്ഞ ഒരാൾ ഞാൻ ഇപ്പം നിസ്കാരം തുടങ്ങണുള്ളൂ എന്ന് വിചാരിച്ച് രണ്ടാമത്തെ റക്അത്തേക്ക് വന്നിട്ട് ഒരു തക്ബീറത്തുൽ ഇഹ്റാമും കൂടി നടത്തിയാൽ എന്തായി? ലി അന്ന ലാസിബ ദാലിക്കാൻ യക്കൂനക്ക് അത് കത്ത റക്അത്തുൽ ഊല വബത സാനിയ. ഒന്നാമത്തെ റക്അത്ത് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് രണ്ടാമത്തെ പുതിയൊരു റക്അത്ത് വീണ്ടും ആരംഭിക്കുകയാണെന്നുള്ളൊരവസ്ഥ വരുമ്പോൾ ഹാദാ യുബത്തിലു സ്വലാത്ത്, നിസ്കാരത്തെ ബാത്തിലാക്കും. അപ്പോൾ രണ്ടാമത്തെ റക്അത്ത് ഒന്നാമത്തെ റക്അത്തിനെ പോലെയാണ്. പക്ഷേ എന്തു വേണ്ട? തക്ബീറത്തുൽ ഇഹ്റാം ഉണ്ടാവാൻ പാടില്ല. തക്ബീറത്തുൽ ഇഹ്റാം ഒന്നാമത്തിലേ പറ്റുള്ളൂ. അപ്പോൾ ഒന്നത്. അപ്പോൾ നമ്മൾ ഇനി രണ്ടാമത്തെ റക്അത്തേക്ക് വരുമ്പോഴുള്ള വേറെന്താണ്? മാ അദത് തഹരീമ എന്ന് പറയുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നമ്മൾ തുടക്കത്തിലുണ്ടാക്കുന്ന ആ തക്ബീറത്തുൽ ഇഹ്റാം ആവശ്യമില്ല എന്നർത്ഥം. പിന്നെ ആവശ്യമില്ലാത്ത ഏതാണ്? വൽ ഇസ്തിഫ്താഹ്. ഇസ്തിഫ്താഹ് എന്താണ്? പ്രാരംഭ പ്രാർത്ഥന. വജ്ജൂത്ത് പിന്നെ ചെല്ലണോ? വേണ്ട. രണ്ടാമത്തെ റക്അത്തിൽ വീണ്ടും ഇസ്തിഫ്താഹും ആവശ്യമില്ല. അപ്പോൾ തക്ബീറത്തുൽ ഇഹ്റാം ആവശ്യമില്ല. അതേപോലെ എന്തും ആവശ്യമില്ല? തുടക്കത്തിൽ ചെല്ലുന്ന ദുആഉൽ ഇസ്തിഫ്താഹും ആവശ്യമില്ല. അൽ ഇസ്തിഫ്താഹു ലാ യുസന്നു ഫി റക്അഅ സാനിയ. രണ്ടാമത്തിൽ വേണ്ട. لأن الاستفتاح يفتتح به الصلاة بعد التحريم.
കാരണം തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ദുആഉൽ ഇസ്തിഫ്താഹോട് കൂടെയാണ് നമസ്കാരം ആരംഭിക്കുന്നത്. എന്നാൽ ചില ആൾക്കാർ ഇങ്ങനെ പറയാറുണ്ട്, എന്താ അറിയോ, അഹദു മിനന്നാസ് ഇസ്തഫ്തഹ ഫി റകഅത്തിൽ ഊല ബിനൗഇ മിനൽ ഇസ്തിഫ്താഹാത്ത് വസ്തഫ്തഹ ഫി റകഅത്തിൽ സാനി ബിനൗഇൻ ആഖർ. അതായത് നമ്മൾ ഈ വജ്ജഹത്തുവിന് പകരം ചെല്ലുന്ന കുറേ ദുആകളുണ്ടല്ലോ, നമ്മൾ പറയല്ലോ, എന്നാൽ ഫസ്റ്റിൽ വജ്ജഹത്ത് ചെല്ല, പിന്നെ രണ്ടാമത്തിൽ വേറൊന്ന് ചെല്ല, അങ്ങനെ ചെല്ലിക്കൂടെ എന്ന് ചില ആൾക്കാർ പറയാറുണ്ട്. എന്താണ് അതിൻ്റെ മറുപടി? ഹാദാ ബിദ്അ, അത് ബിദ്അത്താണ്. കാരണം നബി പഠിപ്പിച്ചിട്ടില്ല. ഹാദാ ബിദ്അത്തുൻ, അത് ബിദ്അത്താണ്. ലി അന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്തഫ്തിഹു മർറ വാഹിദ ഫി അവ്വലിസ് സ്വലാ. നിസ്കാരത്തിൻ്റെ തുടക്കത്തിലെ ഒന്നാമത്തെ റകഅത്തിൻ്റെ ആരംഭത്തിൽ മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചൊല്ലിയിട്ടുള്ളൂ? ദുആഉൽ ഇസ്തിഫ്താഹ് ചെയ്തിട്ടുള്ളൂ. അവിടെ അപ്പം മാത്രമേ ചെല്ലാൻ പറ്റൂ. അപ്പോൾ എന്ത് വേണ്ട? തക്ബീറത്തുൽ ഇഹ്റാം വേണ്ട, ദുആഉൽ ഇസ്തിഫ്താഹ് വേണ്ട. എപ്പോൾ? രണ്ടാമത്തെ റകഅത്തിലേക്ക് വരുമ്പോൾ. പിന്നെ ഇനി വേണ്ടാത്തൊരു കാര്യം ഏതാണ്? ഖാലൽ മുഅല്ലിഫ് വത്തഅവ്വുദ്. തഅവ്വുദ് അഊദും ചെല്ലണ്ട. നമ്മൾ ഫാത്തിഹ ബിസ്മി ചൊല്ലി ഫാത്തിഹയിലേക്ക് പ്രവേശിച്ചാൽ മതി. രണ്ടാമത്തെ റകഅത്തിൽ വരുമ്പോൾ എന്താവശ്യമില്ല? അഊദു ആവശ്യമില്ല. യഅനി വമാ അദത്തഅവ്വുദ് യഅനി ഖൗലുഹു അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നവൻ പറയേണ്ട. ഫഇന്നഹു യശ്റഉ ഫിൽ ഊല വല യുശ്റഉ ഫി സാനിയ. യുശ്റഉ ഫിൽ ഊല വല യുശ്റഉ ഫി സാനിയ. ഒന്നാമത്തേതിൽ അവനത് ചെല്ലണം, രണ്ടാമത്തേതിൽ അതും ആവശ്യമില്ല. ലി അന്ന ഖിറാഅത്ത സ്വല വാഹിദ. കാരണം നിസ്കാരത്തിലെ ഓത്ത് എന്ന് പറഞ്ഞാൽ അത് തുടങ്ങിയ പിന്നെ എല്ലാ ഓത്തും ഒന്ന് തന്നെയാണ്. ഒന്നാമത്തെ ഫാത്തിഹയ്ക്ക് ഒരു ഔദ് ചെല്ലുക, പിന്നെയുള്ള സൂറത്തിനൊന്നും ഔദ് വേണ്ട. പിന്നെ നമ്മൾ തുടർച്ച നിസ്കാരത്തിലെ ഓത്തിന് മൊത്തമുള്ള ഔദാണ് ആദ്യം ചെല്ലിയത്. ഫ ഇന്ന സ്വലാത്ത ഇബാദത്തും വാഹിദ മിൻ അവ്വലിഹ ഇലാ ആഖിരിഹ. ഒക്കെ തുടർച്ചയാണ്, ഒറ്റ ആരാധനയാണ്. ഫ ഇദാ തഅവ്വതലി അവ്വലി മറ കഫ. ആദ്യം ചെല്ലിയത് തന്നെ മതി. വലിഹാദ ഖാലു ലൗ ഖറഅ ഫി റകഅത്തിൽ ഊല സൂറ ثم قرأ في الركعة الثانية ما قبلها لكان ذلك مكروها لمخالفة الترتيب ولو كان في الركعة الثانية لأن قراءة الصلاة واحدة. അപ്പം എന്ത് ചെയ്താൽ മതി? നമ്മൾ ഒന്നാമത്തെ റകഅത്തിൽ ഓതി പിന്നെ രണ്ടാമത്തെ റകഅത്തിൽ അടുത്തൊരു സൂറത്ത് നമ്മൾ എന്ത് ചെയ്യാണ്? തുടർച്ചയായിട്ടാണ് ഓതുന്നത്. അപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല എന്നാണ്. എന്നാൽ മറിച്ച് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. വഖാല ബഅ്ദു അഹ്ലിൽ ഇൽമ് ബൽ യതഅവ്വദ് മിൻ കുല്ലി റകഅത്തിൻ ദാലിക. എല്ലാ റകഅത്തിലും ഔദ് ചൊല്ലിക്കോട്ടെ എന്നാണ്. ലി അന്നഹു ഹാല ബൈനൽ ഖിറാഅത്തൈനി അദ്കാറും വഅഫ്ആലും ഫയസ്തഈദു ബില്ലാഹി അൽ ഖിറാഅത്തി ഫി കുല്ലി റകഅ. കാരണം ഓത്തല്ലാത്തതും ഉണ്ടല്ലോ നിസ്കാരത്തിൽ. അപ്പോൾ നമ്മൾ ആദ്യം ഫാത്തിഹ ഓതി പിന്നെ സൂറത്ത് ഓതി പിന്നെ റുക്കൂ പോയപ്പോൾ സുബ്ഹാന റബ്ബിയൽ അസീം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഓരോ ദിക്റുകളും ദുആകളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് വരുന്നതുകൊണ്ട് വീണ്ടും നമ്മൾ ഖിറാഅത്തിലേക്ക് വരുമ്പോൾ ഔദ് ചെല്ലാം എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞു. വൽ അംറു ഫി ഹാദാ സഹൽ യഅനി ലൗ ഖീല ഇന്നഹു യുഖയ്യർ ലിതകാഫുഇൽ അദില്ല ലകാന ലഹു വജ്ഹ് ഫനഖൂലു ഇൻ ഇസ്തഅത ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ഫഹസൻ വഇൻ ലം തസ്തഇദ് ഇക്തിഫാഅൻ ബിൽ അവ്വൽ അജ്സഅ അയ്ദ. അപ്പോൾ നമുക്ക് ഷെയ്ഖ് റഹ്മഹുല്ല ഈ ഒരു തർക്കത്തിനൊരു എന്ത് പറഞ്ഞു തരാണ്? ഒരു മസ്ലഹത്ത് പറഞ്ഞു തരാണ്. അദ്ദേഹം പറയുന്നത് ഔദ് ചെല്ലുന്ന കാര്യത്തിൽ എന്താണ്? ഫനഖൂൽ ഇൻ ഇസ്തഅത ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ഫഹസൻ. നീ എന്ത് ചെയ്തു? ഓരോ റകഅത്തിനും ഓത്ത് തുടങ്ങുമ്പോൾ ഔദ് ചെല്ലിയ നല്ലത് തന്നെ. വഇല്ലം തസ്തഇദ്, നീ ചെല്ലിയില്ല, ഇക്തിഫാഅൻ ബിൽ അവ്വൽ, നിസ്കാരം തുടർച്ചയായ ഒരു ഇബാദത്തല്ലേ, അപ്പോൾ ആദ്യത്തെ ഫാത്തിഹയ്ക്ക് ഔദ് ചെല്ലിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇനി വേണ്ട എന്ന് വെക്കുകയാണെങ്കിൽ അജ്സ ആയിലൻ, എന്താണ്? അതായാലും മതി. അപ്പോൾ നീ ചൊല്ലണോലും നിർത്തും വേണ്ട, എന്ത് ചെയ്യണ്ട. അതേമാതിരി തന്നെ ചൊല്ലാത്ത ആൾക്കാർ തുടങ്ങണം എന്നില്ല. നമ്മുടെ ആദ്യത്തേതിൽ ഔദ് ചെല്ലണം, അത് മറന്നു പോകും വേണ്ട. ഫാത്തിഹ സൂറത്ത് തുടങ്ങുമ്പോൾ എന്ത് വേണം? ഔദ് ചെല്ലണം, ബിസ്മി ചെല്ലണം, ഇതിനാ തുടങ്ങേണ്ടത്. പിന്നെ ഉള്ളതിൽ എന്താണ്? ഔദ് ചൊല്ലുന്നവർക്ക് ചൊല്ലാം, ചൊല്ലണ്ടാത്തവർക്ക് ചൊല്ലണ്ട, അത്രയേ ഉള്ളൂ. ചൊല്ലുകയാണെങ്കിൽ നല്ലത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇനി ഇസ്തഅത ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഫഹസൻ, നല്ലതാണ്. വഇല്ലം തസ്തഇദ് ഇക്തിഫാഅൻ ബിൽ അവ്വൽ അജ്സ ആയതൻ, മതിയാക്കുകയാണെങ്കിൽ അതായാലും മതി എന്നർത്ഥം. അപ്പോൾ വേണ്ടാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് തക്ബീറത്തുൽ ഇഹ്റാം വേണ്ട, രണ്ടാമത്തെ ദുആഉൽ ഇസ്തിഫ്താഹ് വേണ്ട, മൂന്നാമത്തത് അഊദു നിർബന്ധമില്ല. പിന്നെ അടുത്തത് വതജ്ദീദു നിയ്യ, നിയ്യത്തിനെ തജ്ദീദ്, നിയ്യത്തിനെ പുതുക്കും വേണ്ട. നമ്മൾ ഒന്നാമത്തെ റകഅത്തിൽ നിയ്യത്തിനെ പുതുക്കിയല്ലോ, പക്ഷെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ട? നിയ്യത്തും ആവശ്യമില്ല. കാരണം രണ്ടാമത്തെ റകഅത്താണ്, നിസ്കാരത്തിന് തുടർച്ചയാണ്.
യാനി അന്നഹുലായ തിബിനിയ ജദീദ ബിഖിലാഫി റകഅത്തിൽ ഊല. ഒരു പുതിയ നിയ്യത്ത് കൊണ്ടുവരുന്ന കാര്യം. എൻ്റെ റകഅത്തിൽ ഊല യദ്ഖുലു ഫീഹ ഫി സ്വലാ ബിനിയ്യത്തിൻ ജദീദ ഫലൗ നവ അദ്ഖുലു ബിനിയ്യത്തിൻ ജദീദ ഫി റകഅത്തി സാനിയ ലബതലത്തുൽ ഊല. അയാൾ രണ്ടാമത്തെ റകഅത്ത് പ്രവേശിക്കുമ്പോൾ പുതിയൊരു നിയ്യത്ത് വെക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അവിടുന്നാണ് പിന്നെ തുടങ്ങണമെന്നാണ്. അപ്പോൾ ആദ്യത്തെ റകഅത്ത് പോയി. ഒരു പുതിയ നിയ്യത്ത് വന്നാൽ എന്ത് ചെയ്തു? ആദ്യത്തെ റകഅത്ത് പോയി. കാരണം ഒരു പുതിയ പ്രവൃത്തി തുടങ്ങുമ്പോഴല്ലേ നിയ്യത്ത് വേണ്ടത്. അതുകൊണ്ട് ലിയാന ലാസിം തജ്ദീദ് നിയ്യ ഫി റകഅത്തി സാനിയ ഖത്ഉ നിയ്യ ഫി റകഅത്തിൽ ഊല. ഒന്നാമത്തെ റകഅത്തിലെ നിയ്യത്തിനെ മുറിക്കലാകും രണ്ടാമത്തിൽ പുതിയൊരു നിയ്യത്ത് വന്നാൽ. ഇതിൻ്റെ ശറഹിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇല്ല ഇദാലം യതഅവ്വദ് മിനൽ അവ്വലി വയതഅവ്വദ് ഫി സാനിയ. എന്നാൽ ഇങ്ങനെ ഒരാൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ഇദ്ദേഹം പറഞ്ഞത് അഊദ് വേണ്ട എന്നാണല്ലോ, രണ്ടാമത്തെ റകഅത്തിൽ അഊദ് ചൊല്ലണ്ടെന്നാണല്ലോ നമ്മുടെ ഈ ഇമാമിൻ്റെ ഈ ഗ്രന്ഥത്തിൻ്റെ കർത്താവിൻ്റെ അഭിപ്രായം. അതാണ്. പക്ഷെ അദ്ദേഹം തന്നെ ആ അഭിപ്രായത്തിന് വിശദീകരണം കൊടുത്തപ്പോൾ അദ്ദേഹം എന്ത് പറഞ്ഞു പറയുങ്ങൾ ഇല്ല ഇദാലം യതഅവ്വദ് ഫിൽ അവ്വൽ ഫയതഅവ്വദ് ഫി താനിയ. എന്താവട്ടെ, ഒന്നാമത്തെ റകഅത്തിൽ അഊദ് ചൊല്ലാത്ത ആളാണെങ്കിൽ രണ്ടാമത്തേതിലെ ഫാത്തിഹയ്ക്ക് അഊദ് ചൊല്ലിക്കോട്ടെ. അങ്ങനെ ആൾക്കാരുണ്ടാവും. എങ്ങനെ ഉണ്ടാവും? അങ്ങനെ ഉണ്ടാകുക മിസ്ല അയ്യുദരിക്കൽ ഇമാം റാക്കിഅൻ. കാരണം റുക്കൂക്ക് പോണ സമയത്താണ് ആരെ കിട്ടിയത്? ഒന്നാമത്തെ റകഅത്ത് റുക്കൂക്ക് പോകുമ്പോൾ അയാൾ വന്നത്. അങ്ങനെയാണെങ്കിൽ അയാൾ രണ്ടാമത്തെ റകഅത്തിൽ വരുമ്പോൾ എന്ത് ഓതിക്കോട്ടെ? ഒരു അഊദും കൂടി ചൊല്ലിക്കോട്ടെ. അപ്പോൾ ഇന്ന ഗുസൗഫ യുകബ്ബിർ തക്ബീറത്തുൽ ഇഹ്റാം സുമ്മ യുകബ്ബിർ റുക്കു. നേരെ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി അയാൾ റുക്കൂക്ക് പോയതാകും. വയർകഉ തകുൽ ഖിറാഅ ഫിൽ റകഅത്തി സാനിയ ബിഹിനദി അതഅവ. അപ്പോൾ രണ്ടാമത്തെ ചെല്ലുമ്പോൾ അയാൾ ഒരു ഔദ് ചൊല്ലിക്കോട്ടെ എന്ന് ഇദ്ദേഹം എന്തുണ്ട് ഇതിൻ്റെ ഷറഹിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിനും അതിൽ വലിയൊരു കടുപിടുത്തല്ലാതെ മനസ്സിലാക്കാൻ പറ്റും. വഹാദല്ലദീ ഖാലഹു ഫി ഷറഹി ഹുവ മുറാദുഹും ഫീമാ യദ്ഹർ ലിഅന്ന തഅലീലഹും യദുല്ലു അലൈഹി ഹൈസു ഖാലു ഇന്നഹു തഅവ്വദ ഫിൽ ഖിറാഅ അൽ ഊല വഖിറാഅത്തുസ് സലാ ഖിറാഅത്തുൻ വാഹിദ. രണ്ടാമത്തേതിൽ ഔദു ചെല്ലണ്ട എന്ന് പറയുന്നതിനുള്ള തെളിവ് എന്തേ ഉള്ളൂ? ഒന്നാമത്തെ റകഅത്തിൽ ഓതിയതിൻ്റെ തുടർച്ചയാണ് രണ്ടാമത്തെ റകഅത്തിലെ ഓത്ത്. അപ്പോൾ ഒരേ ഓത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഔദു ആവശ്യമില്ല. ഒരേ ഓത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഔദു ആവശ്യമില്ല എന്ന നിലക്കാണ് രണ്ടാമത്തെ റകഅത്ത് ആരംഭിക്കുമ്പോൾ അതിലെന്ത് വേണ്ട? ഔദു ചെല്ലേണ്ട ആവശ്യമില്ല എന്ന് പറയാനുള്ള കാരണം അതാണ്. കലാമുൽ മുഅല്ലിഫ് റഹിമഹുല്ലാഹ് അന്ന റകഅത്ത സാനിയ കൽ ഊല. അദ്ദേഹം പറയുന്നത് ഒന്നാമത്തെ റകഅത്ത് പോലെ തന്നെ രണ്ടാമത്തെ റകഅത്തും ഹത്താ ഫിക് ബിഖ്ദാൽ ഖിറാഅത്തിൻ്റെ അളവിൽ പോലും ലി അന്നഹു ലം യസ്തസ്ന ഇല്ലാ ഹാദൽ മസായിൽ അർബ വഹിയ. 4 കാര്യങ്ങളുള്ളൂ ഒന്നാമത്തെ റകഅത്തിൽ ഉള്ളതും രണ്ടാമത്തെ റകഅത്തിൽ ആവശ്യമില്ലാത്തതുമായ 4 കാര്യങ്ങളാണ്. ഏതാ 4 എണ്ണം? ഒന്ന് അത്തഹരീമ, അതായത് തക്ബീറത്തുൽ ഇഹ്റാം. ഇനി രണ്ടാമത്തെ റകഅത്ത് വരുമ്പോൾ വീണ്ടും വേണ്ട. ദുആഉൽ ഇസ്തിഫ്താഹ്, എന്ത്? വജ്ഹത്ത് ചെല്ലണ്ട. മൂന്നാമത്തെ തഅവ്വുദ്, അഊദ് ചെല്ലണ്ട. തജ്ദീദുൻ നിയ്യ, പുതിയ നിയ്യത്തും ആവശ്യമില്ല എന്നർത്ഥം. ഇതാണ് അദ്ദേഹം പറഞ്ഞ കാര്യം. ഇതിൽ നിന്ന് വ്യക്തമാകുന്ന അന്നൽ ഖിറാഅത്ത് ഫി റകഅത്തി സാനിയ കൽ ഖിറാഅത്തി ഫി റകഅത്തിൽ ഊല. ഒന്നാമത്തെ റകഅത്തിലെ ഓത്ത് പോലെയാണ് രണ്ടാമത്തെ റകഅത്തും എന്നാണ്. പക്ഷേ ലാക്കിൻ്റെ സവാബ് ഖിലാഫ് ദാലിക്. പക്ഷേ അതത്ര ശരിയല്ല. ഒന്നാമത്തെ റകഅത്തിലെ ഓത്ത് തന്നെയാണ് രണ്ടാമത്തേലും എന്ന് പറയേണ്ട കാര്യമില്ല. ഫൈനൽ ഖിറാഅത്ത് ഫി റകഅത്തി സാനിയ ദൂനൽ ഖിറാഅ ഫി റകഅത്തിൽ ഊല കമാ ഹുവ സ്വരീഹുൽ ഹദീസ്. ചില ഹദീസുകളിൽ നിന്ന് നമുക്ക് അബൂ ഖത്താദിൻ്റെ ഒരു ഹദീസിൽ നമുക്കിത് വ്യക്തമാകുന്നുണ്ട്. ഒന്നാമത്തത് പോലല്ല രണ്ടാമത്തത് എന്നാണ്. ഓരോന്നിലും ചില വ്യത്യാസങ്ങൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നു? ഓത്തിൽ വരുത്തിയിരുന്നു എന്ന് വേറെ ചില ഹദീസുകളിൽ നിന്ന് വ്യക്തമാകുന്നത് കൊണ്ട് നമ്മൾ ആ തെളിവിനെ അത്ര കണ്ട് ഫോളോ ചെയ്യേണ്ട കാര്യമില്ല എന്നതാണ് പറയുന്നൊരു കാര്യം. അപ്പോൾ അതിൽ അത്രയേ ഉള്ളൂ. രണ്ടാമത്തെ റകഅത്ത് ആരംഭിക്കുമ്പോൾ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ തക്ബീറത്തുൽ ഇഹ്റാം, അതേപോലെ തന്നെ പിന്നെ തഅവ്വുദ്, ദുആഉൽ ഇസ്തിഫ്താഹ്, അതേപോലെ തന്നെ പിന്നെ തജ്ദീദുൻ നിയ്യത്ത്. ഈ 4 എണ്ണം ആവശ്യമില്ല എന്നർത്ഥം. അപ്പോൾ ഇനി നമ്മളെന്ത് ഇനിയിപ്പോൾ ഒന്നും പറയേണ്ട കാര്യമില്ല. കാരണം രണ്ടാമത്തെ റകഅത്തേക്ക് എത്തി നമ്മളെന്ത് ചെയ്തു? ബിസ്മി ചൊല്ലി ഫാത്തിഹ ഓതി, പിന്നെ സൂറത്തോ പിന്നെ നമ്മൾ പതുക്കെ ബിസ്മി ചൊല്ലി എന്ത് സൂറത്ത് സൂറത്തിലേക്ക് പ്രവേശിച്ചു. പിന്നെ നമ്മളെന്ത് ചെയ്തു? റുക്കോക്ക് പോയതൊക്കെ നേരത്തെ അറിയാലോ. റുക്കോക്ക് പോയി. ഇനി നമ്മൾ അങ്ങനെ പോയി എന്ത് ചെയ്തു? ഇനി എന്താ ഉണ്ടാവുക? രണ്ടാമത്തെ റകഅത്തിൽ ഖാലൽ മുഅല്ലിഫ് സുമ്മ യജ്ലിസു മുഫ്തരിഷൻ. പിന്നെ അയാൾ എന്ത് ചെയ്യണം? ഇഫ്തിറാഷിൻ്റെ ഇരുത്തം ഇരിക്കണം.
ഇതാണ് രണ്ടാമത്തെ അത്തഹിയാത്ത്. ഒന്നാമത്തെ അത്തഹിയാത്ത് 2 റക്അത്തായ പിന്നെ എന്തുണ്ടാവും? അത്തഹിയാത്ത് ഉണ്ടാവില്ലേ? അതാണ് സുമ്മ യജ്ലിസു മുഫ്തരിഷൻ, ഇഫ്തിറാഷിൻ്റെ ഇരുത്തം. 2 ഇരുത്താനുള്ളത്, ഒന്ന് ഇഫ്തിറാഷ്, ഒന്ന് തവറുക്ക്. ഇഫ്തിറാഷിൻ്റെ ഇരുത്തമാണ് കാലിനെ ഭൂമിക്ക് സമാന്തരമായി ഒരു വിരിപ്പാക്കി വെച്ചിട്ട് ഇടത്തെ കാലിൽ നമ്മൾ ഇരിക്കുകയും വലത്തെ കാല് വിരലുകൾ അമർത്തി കുത്തി വെച്ച് പുറത്തേക്ക് വെക്കുകയും ചെയ്യുന്ന ഇരുത്തമാണെന്ത്? ഇഫ്തിറാഷിൻ്റെ ഇരുത്തം. സുമ്മ യജ്ലിസു മുഫ്തരിഷൻ, അതാണ് നമ്മുടെ അടിസ്ഥാന ഗ്രന്ഥത്തിലെ വചനം. എന്താണ്? പിന്നെ ഇഫ്തിറാഷിൻ്റെ ഇരുത്തം അവനിരിക്കണം. സുമ്മ എന്ന് പറഞ്ഞാൽ ഐ ബഅദ അൻ യുസല്ലി അസ്സാനിയ ബിറുകൂഇഹാ വസുജൂദിഹാ വഖിയാമിഹാ വഖുഊദിഹാ. രണ്ടാമത്തെ റക്അത്തിന്റെ റുക്കൂ കഴിയണം, സുജൂദ് കഴിയണം, നൃത്തം കഴിയണം, ഇരുത്തം കഴിയണം, എന്നിട്ട് യജ്ലിസു ഇരിക്കണം. വഹാദൽ ജുലൂസ് ലിത്തശഹുദ്, ഇത് തശഹുദിൻ്റെ ഇരുത്തമാണ്. ഇമ്മൽ അവ്വൽ വ ഇമ്മൽ ആഖിർ. ചിലപ്പോൾ ഇത് ഒന്നാമത്തെ അത്തഹിയാത്താകാം, അല്ലെങ്കിൽ രണ്ടാമത്തെ അത്തഹിയാത്ത്, അവസാനത്തതും ആവാം. ഒന്നാമത്തതുമാകാം, അവസാനത്തതുമാകാം. എങ്ങനെ? ഒന്നാമത്തത് ഇൻകാനത്തി സ്വലാ റുബാഇയ ഔ സുലാസിയ ഫഹാദ അവ്വൽ. 4 റക്അത്തോ 3 റക്അത്തുള്ള നിസ്കാരമാണെങ്കിൽ ഇതിന് ഒന്നാമത്തെ അത്തഹിയാത്ത് നമ്മൾ പറയും. അത്തഹിയാത്തിന് തശഹുദ് എന്നാണ് പറയാം, ഒന്നാമത്തെ തശഹുദ് എന്ന് പറയും. വൈൻകാന്ത് സിവാദ് അലിഖ് ഫാദ ആഖിർ. ഇനി 2 റക്അത്തുള്ളൂങ്കിൽ എന്താ ഉണ്ടാവുക? ഇത് അവസാനത്തെ ദേക്കാരം മുഫ്തരിഷൻ സബക്രന തഫ്സീർ ഖവാന മാൽ ഇഫ്തിറാഷ്. അപ്പോഴും മുഫ്തരിഷായിട്ടാണ് ഇരിക്കേണ്ടതെന്ന് അർത്ഥം. 2 റക്അത്ത്, രണ്ടാമത്തെ റക്അത്തിലെ ഇരുത്തം എപ്പോഴും ഒരേപോലെയാണ്. രണ്ടാമത്തെ റക്അത്തിലെ ഇരുത്തം എപ്പോഴും ഒരുപോലെയാണ്. അത് 3 റക്അത്താണെങ്കിലും 4 റക്അത്താണെങ്കിലും 2 റക്അത്താണെങ്കിലും ഒരുപോലെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. സബക്കലന തഫ്സീർ ഖവാനിൽ മാൽ ഇഫ്തിറാഷ് അൻ യജ്അല റിജ്ലഹു അൽ യുസ്റ തഹ്ത മഖഅദതിഹി കഅന്നഹാ ഫിറാഷ്. ഒരു വിരിപ്പ് പോലെ തൻ്റെ ഇരിപ്പിന് താഴെയായിക്കൊണ്ട് ഇടത്തെ കാല് അവനിങ്ങനെ വെക്കണം. ആ ഇടത്തെ കാലും വേണ്ടി ഇരിക്കുക. ഇടത്തെ കാലുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇരിക്കും. വയുഖ്രിജുൽ യുംന മിനൽ ജാനിബിൽ ഐമൻ നാസിബൻ ലവ. വലത്തെ കാലിങ്ങനെ നാട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? വലത്തെ കാല് നാട്ടിയിട്ട് നമ്മളിങ്ങനെ പുറത്തേക്ക് വെക്കും, കാല് പുറത്തേക്ക് വെക്കും. അതാണ് നമ്മൾ കാല് വളരെ പ്രകടമായി പുറത്ത് കാണും. ഏത്? വലത്തെ കാല്. അങ്ങനല്ലേ? ഇടത്തെ കാല് ഉള്ളിൽ പോകും. ഖാലൽ മുഅല്ലിഫ് റഹിമഹുല്ലാ വയദാഹു അലാ ഫഖ്ദൈഹി. കൈ എവിടെ വെക്കണം? കൈ തൊടയിൽ വെക്കണം. കൈ തൊടയിൽ വെക്കണം. നേരത്തെ പറഞ്ഞതാണ്. വഹാദിൽ ജുംല യുഹ്തമൽ അൻ തകുന ഫി മൗളിഇൻ നസ്ബിൻ അലൽ ഹാലി മിൻ ഫാഇൽ യജ്ലിസ് യഅനി യജ്ലിസ് വൽ ഹാൽ അൻ യദൈഹി അലാ ഫഖ്ദൈഹി. ഇരിക്കുന്ന സന്ദർഭത്തിൽ അവൻ്റെ കൈ തുടയിലായിക്കൊണ്ടിരിക്കണമെന്നർത്ഥം. ഇരുത്തത്തിലുടനീളവും തുടയിലായിക്കൊണ്ടിരിക്കണം. ويحتمل أنها جملة استثنائية وعلى كل تقدير فإن معنى العبارة أنه في هذا الجلوس يجعل يديه على فخذيه. കാലും തുടമയായിരിക്കണം എപ്പോഴും ഉണ്ടാവേണ്ടത്. وظاهر كلامه أنه لا يقدمهما حتى تكون على الركبة لأن الفخذ حده الركبة. നമ്മളെ കൈ തുടയിൽ വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ മുട്ടിലേക്ക് എത്താൻ പാടില്ല എന്നാണ്. മുട്ടിലേക്ക് എത്താൻ പാടില്ല എന്ന് കാരണം ലിഅന്നൽ ഫഖദ ഹദ്ദുഹു അർ-റുക്ബ. കാരണം തുടയുടെ അതിര് എന്ന് പറഞ്ഞാൽ അത് റുക്ബത്താണ്. മുട്ടിക്ക് എത്തുന്നതോടുകൂടെ തുട അവസാനിച്ചു. മുട്ടിന് നമ്മൾ എന്ത് കൂട്ടൂല? തുടയിൽ കൂട്ടൂല. അപ്പോൾ തുടമ്മ കൈവെക്കണം എന്ന് പറഞ്ഞാൽ മുട്ടുമ്മ പിടിക്കാൻ പാടില്ല എന്നർത്ഥം. വറുക്ബ ലൈസത്ത് മിനൽ ഫഖദ്, മുട്ട് തുടയിൽപ്പെട്ടതല്ല. അപ്പോൾ കലാമുൽ മുഅല്ലിഫ് യദുല്ല അലാ അന്നക തജ്അല യദൽ യുംന വയദൽ യുസ്റ അലൽ ഫഖദി. അത് നമ്മൾ എന്ത് ചെയ്യണം? ഫഖദുമ്മെ വെക്കും. പിന്നെ ലാ തസിൽ ഇലാ ഹിദാഇർ റുക്ബ, നമ്മുടെ മുട്ടിന് നേരെ എത്താൻ പാടില്ല. ബൽ അലാ ഹദ്ദിഹിമ, ആ മുട്ട് തുടങ്ങണ പരിധിൻ്റെ അവിടെ നിൽക്കണം. ലൗ വസൽത ഇലാ ഹിദാഇർ റുക്ബ ഖറജത അനിൽ ഫഖദി. കാരണം മുട്ടുമ്മക്കെങ്ങാനും കൈ എത്തിയാൽ തുടയിൽ നിന്ന് പുറത്തു പോയി. അതുകൊണ്ട് എന്തില്ല, ഇടത്തെ കൈയോ എന്ത് ചെയ്യണം? വലത്തെ കൈയും നമ്മളെന്താണ് ആ ഫഖദിൻ്റെ അതിർത്തി എവിടെ അവസാനിക്കുന്നുവോ അവിടെ വെക്കണം. വഹാദ മദ്ഹബ ഇലൈഹിൽ മുഅല്ലിഫ് ഇതിപ്പോൾ നമ്മുടെ ഗ്രന്ഥകർത്താവിൻ്റെ അഭിപ്രായമാണ് കേട്ടോ. ഫഖദിൽ വെക്കണം എന്ന് അദ്ദേഹം പറഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം എവിടേക്ക് പോകാൻ പറ്റൂല? മുട്ടുമൊക്കെ പോകാൻ പറ്റൂല. ലക്കൻ സബഖ ലനാ അന്ന സുന്ന ദലത അലാ മശ്റൂഅത്തിൽ അംറൈൻ അൻ തളഅൽ യദൈനി അൽ ഫഖദൈൻ വ അൻ തുൽഖിബൽ യുസ്റ അർ-റുക്ബ
വത്തജ് അലുൽ യുംന അല ഹർഫിൽ ഫഹ്ദി ഐ അല തൊറഫിഹി ഫക്കിൽതാഹുമാ സിഫത്താനി. പക്ഷെ നമ്മൾ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയത് എങ്ങനെയാണ്? രണ്ട് കൈകളും എന്ത് ചെയ്യണം? ഫഹ്ദിൽ വെക്കണം. വ അൻ തുൽഖിമൽ യുസ്ര അറുക്ബ, എന്ത് ചെയ്യണം? ഇടത്തെ കൈ കൊണ്ട് മുട്ടിൽ പിടിക്കുന്നത് പോലെ, മുട്ടിലിങ്ങനെ പിടിക്കുന്നത് പോലെ ഇങ്ങനെ തുൽക്കി അങ്ങനെ ചെല്ലണം. ഒത്തജൽ യുംന അല ഹർഫിൽ ഫഹ്ദി, വലത്തേത് എന്ത് ചെയ്യണം? നമ്മൾ മുട്ടിൻ്റെ ഈ അറ്റത്തേക്ക് ഇങ്ങനെ വെക്കുക. ഐ ഫഹദ് തൊടൻ്റെ അറ്റത്തേക്ക് വെക്കുക. ഐ അല തൊറഫിഹി, ഇതാണ് അതിൻ്റെ രണ്ടിൻ്റെയും രൂപം എന്നർത്ഥം. വാലഹാദ നക്കുൽ ഇനൽ യദൈനി ലഹുമാ സിഫത്താനി, സാധാരണ രണ്ട് കൈകൾക്കും ഉള്ള രണ്ട് രൂപങ്ങളാണ് നമ്മൾ സാധാരണ കാണുന്നത്. ഏതാ രണ്ട് രൂപം? ഒന്ന് ഫിർ റഫ്ഇ വസ്സുജൂദി വൽ ജുലൂസ്, ഫിർ റഫ്ഇ വസ്സുജൂദി വൽ ജുലൂസി. റഫ്ഇൽ നമ്മൾ എന്ത് ചെയ്യണം? റഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം എന്താണ് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടാൻ വേണ്ടി നിൽക്കുമ്പോൾ നമ്മുടെ കൈ എവിടെ വരേണ്ടത്? കൈ വരുന്ന മൊത്തം സ്ഥലം പറയണത് കേട്ടോ. കൈന് ആദ്യം എവിടെ വരേണ്ടത്? അവിടെ വരേണ്ടത് ഹദ്വൽ മൻകിബൈൻ ഔ ഫുറൂഉൽ ഉദ്നൈൻ, ഒന്നില്ലെങ്കിൽ ചുമൽ വരെ, അല്ലെങ്കിൽ എന്താണ് ചെവി വരെ. ഈ രണ്ടിലേക്കാണ് വരേണ്ടത്. സുജൂദിലാകുമ്പോഴോ ഹദ്വൽ മൻകിബൈനി ഐ യസ്ജുദ ബൈനഹുമ, എന്താണ് നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാമിൽ എവിടെയാണോ കൈ ഉയർത്തിയത് അതേ സ്ഥാനത്ത് തന്നെ നമുക്ക് എവിടെയും വെക്കാം, സുജൂദ് കിടക്കുമ്പോഴും വെക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മുടെ ചെവിൻ്റെ കുറച്ച് നേരെ വന്നാലും കുഴപ്പമില്ല, നമ്മൾ ഈ ചുമലുകൾക്ക് നേരെ വന്നാലും കുഴപ്പമില്ല. അതാണ് ഒരു രൂപം. ഇരുത്തത്തിലാവുമ്പോഴോ ഇമാൻ യജ്അലഹുമ അലൽ ഫഖ്ദൈൻ ഔ അല റുക്ബത്തൈൻ ലാകിന്നഹ ഫിൽ യുസ്റാ തുൽഖിമു റുക്ബ, എന്താണ് നമ്മൾ ഇരിക്കുന്ന സമയത്താണെങ്കിൽ കൈ എന്ത് ചെയ്യണം? തുടമ വെക്കണം, അല്ലെങ്കിൽ നമ്മുടെ മുട്ടുമ വെക്കണം. ഇടത്തെ കൈ എന്തായിരുന്നാലും മുട്ടുമ പിടിച്ചിട്ടാണ്. ഇടത്തെ നമ്മൾ ചൂണ്ട വലത്തെ കൈയാണ്. അപ്പോൾ വലത്തെ കൈ നമുക്ക് ഇങ്ങനെ വെക്കാൻ പറ്റുള്ളൂ. മനസ്സിലായി? കാരണം അവിടെ തുടർന്ന് മുകളിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം? രണ്ട് പേരിൽ ചുറ്റി പിടിച്ചിട്ട് എന്ത് ചെയ്യണം? ഇത് വട്ടാക്കി പിടിച്ചിട്ട് ഇങ്ങനെ വെക്കണ്ടേ? നമ്മളെ പിടുത്തത് അപ്പം പിടിക്കണല്ലോ, നമ്മൾ പിടിക്കൂല. അപ്പോൾ തുടമ്പ് അങ്ങനെ വെച്ചിട്ട് നമ്മൾ ചെയ്യാം. എന്നാൽ ഇടത്തെ കൈ ഫ്രീ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മുട്ടുമലേക്ക് ഇങ്ങനെ പിടിക്കുന്ന പോലെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? വെക്കേണ്ടത് എന്നതാണ് ശരി. കാലൽ മുഅല്ലിഫ് പറയാണ് ബി ഖബ്ലി ഖുൻസുരി യദിഹി അൽ യുംന വ ബിൻസുരിഹ വ യുഹല്ലിഖു ഇബ്ഹാമഹ മഅൽ വുസ്ത. ഇനി നമ്മൾ വലത്തെ കൈ വെക്കുന്ന രൂപമാണ് പറയുന്നത്. ബി ഖബ്ലി ഖുൻസുരി യദിഹി അൽ യുംന വ ബിൻസുരിഹ, എന്ത് ചെയ്യണം? ഖുൻസുർ എന്ന് പറഞ്ഞാൽ അസ്ബഉൽ അസ്ഗറാണ്. അപ്പോൾ ബി ഖബ്ലി ഖുൻസുരി യദിഹി അൽ യുംന വ ബിൻസുരിഹ വ യുഹല്ലിഖു ഇബ്ഹാമഹ മഅൽ വുസ്ത എന്നുള്ളത്. ഖുൻസുർ എന്ന് പറഞ്ഞാൽ അൽ അസ്ബഉൽ അസ്ഗർ, ചെറുവിരൽ. ബുൻസുർ എന്ന് പറഞ്ഞാൽ അല്ലത് എലി, തൊട്ടടുത്ത വിരൽ ഉണ്ട്. അതെന്ത് ചെയ്യണം? ബി ഖബ്ലി, മടക്കി പിടിക്കണം. വൽ വുസ്ത ഹിയല്ലത്തി തലി അൽ ബുൻസുർ വ യുഹല്ലിഖുൽ ഇബ്ഹാം മഅൽ വുസ്ത. പിന്നെ എന്ത് ചെയ്യണം? നമ്മൾ ഇബ്ഹാം, ഈ തള്ള വിരലും ഇതും കൂടെ എന്ത് ചെയ്യണം? നമ്മൾ ചേർത്ത് പിടിക്കണം, റൗണ്ടാക്കി പിടിക്കണം. എന്നിട്ട് നമ്മൾ ഈ വിരൽ എന്ത് ചെയ്യണം? നിവർത്തി പിടിക്കണം എന്നുള്ളതാണ്. വതബക്കി അസ്സബാബത്ത് മഫ്തൂഹത്ത്, സബ്ബാബത്ത് എന്ന് പറഞ്ഞാൽ ഈ വിരലാണ്, ചൂണ്ട് വിരൽ. അതെന്ത് ചെയ്യണം? നിവർത്തി പിടിക്കണം. ലാ യലുമുഹ വഹാദിഹി സിഫത്തുനായിരുന്നു, അത് കൂട്ടാൻ പാടില്ല, അത് നിവർത്തി പിടിക്കണം എന്നർത്ഥം. അപ്പോൾ മുഅല്ലിഫിൻ്റെ അഭിപ്രായം ഇതാണ്. എന്നാൽ ഷേഖ് പറയാണ് ബഹുനാക്ക സിഫത്തു നുഹ്റ, വേറൊരു രൂപം കൂടി ഉണ്ട്. ബാൻ യലുമ്മൽ ഹുൻസുർ വൽ ബുൻസുർ വൽ വുസ്ത വയലുമ്മു ഇലൈഹൽ ഇബ്ഹാം എന്നാണ്. നമ്മൾ ഈ മൂന്ന് വിരലും നമ്മൾ എന്ത് ചെയ്യുക? കൂട്ടിപ്പിടിക്കുക. അതിലേക്ക് നമ്മുടെ തള്ള വിരലും കൂടെ ചേർക്കുക. മൂന്നെണ്ണം പിടിക്കുക, തള്ള വിരൽ എന്ത് ചെയ്യുക? ചേർക്കുക. അപ്പോൾ ഈ രണ്ടിലൊരു രൂപ എല്ലാവരും ചെയ്യുന്നുണ്ടാവുള്ളൂ. ആര് കൈ പിടിക്കുമ്പോൾ ഈ രണ്ടിലൊരു രൂപയല്ലേ ഉണ്ടാവുള്ളൂ. പക്ഷെ തുടമ്പ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ആക്കണ പറ്റൂല. മനസ്സിലല്ലേ? ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? മൂന്ന് വിരലും കൂട്ടിപ്പിടിച്ച് തള്ള വിരൽ ചേർത്തിട്ട് ഇങ്ങനെ വെക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? നമ്മൾ രണ്ട് വിരൽ പിടിച്ചിട്ട് ഇത് വട്ടത്തിലാക്കിയിട്ട് ഇങ്ങനെ ആക്കുക. ഈ രണ്ടിലൊരു രൂപമാണ് സ്വീകരിക്കേണ്ടത്. പിന്നെ അമ്മൽ യുസ്ര ഫഹുവൽ ഫഖദി മബ്സൂത്തുൽ അസാബിയ, എന്നാൽ ഇടത്തെ കൈ എന്തായിരുന്നാലും എന്താണ്? നമ്മൾ വിരലിങ്ങനെ മലമൂമത്താക്കിയിട്ട്, വിരലുകൾ ഇങ്ങനെ വെക്കരുത്, ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട്
മംദൂത്ത് മൽ ഫഹദ്, ഫഹദും അങ്ങനെ നീട്ടി വെക്കണം, തുടർന്ന് അങ്ങനെ നീട്ടി വെക്കുകയാണ് വേണ്ടതെന്നർത്ഥം. മുഅല്ലിഫ് തുടരാണ്, വയുഷീറു ബി സബ്ബാബത്തിഹി ഫി തശഹുദിഹി. വയുഷീറു അവൻ ചൂണ്ടണം, യുഷീർ എന്നാൽ ചൂണ്ടണം, സൂചന നൽകണം. ബി സബ്ബാബത്തിഹി അവൻ്റെ സബ്ബാബത്ത് കൊണ്ട്, ചൂണ്ടുവിരൽ കൊണ്ട്, ഫി തശഹുദിഹി അവൻ്റെ തശഹുദിൽ, തശഹുദിൽ സബ്ബാബത്ത് കൊണ്ട് അവൻ ചൂണ്ടണം. സബ്ബാബത്ത് എന്ന് പറഞ്ഞാൽ ഏതാണ്? തള്ളവിരലിൻ്റെയും നടുവിരലിൻ്റെയും ഇടക്കുള്ള വിരലിലാണ് സബ്ബാബത്ത് എന്ന് പറയാം. വസുമ്മിയത്ത് സബ്ബാബ, സബ്ബാബത്ത് സബ്ബ എന്ന ചീത്താറെന്ന അർത്ഥം. ഒരാളെ ചീത്ത പറയുന്നതിനാണ് സബ്ബ എന്ന് പറയാം. സബ്ബാബത്ത് പേര് പറയാൻ കാരണം ചീത്ത അറിയുമ്പോൾ ചൂടൽ ഈ വിരലാണെന്ന്. ഒരാൾക്ക് ഞാൻ കാണിച്ചു തരട്ടോ എന്ന് പറയുമ്പോൾ എന്താ ചെയ്യുക? ഈ വിരലാ ചൂണ്ടാണ്. അതുകൊണ്ട് അറബിയിൽ അതിൻ്റെ പേര് സബ്ബാബത്ത് എന്നാണ്. ചീത്ത പറയാനുള്ള വിരൽ എന്നാണ് അതിൻ്റെ അർത്ഥം. ലി അന്നൽ ഇൻസാൻ യുഷീറു ബിഹ ഇൻ ദ സബ്ബി, സബ്ബിൻ്റെ സമയത്ത് അവൻ ചൂണ്ടുന്നത് അതാണ്. ഒതുസമ്മ അയിലൻ സബ്ബാഹത്ത് എന്ന് അതിന് പേരുണ്ട്. സബ്ബാഹത്ത്, സബ്ബാഹത്ത് പറഞ്ഞാൽ സുബ്ഹാനല്ലാ സുബ്ഹാനല്ലാ എന്ന് പറയുന്ന സമയത്ത് പറയണത്, തസ്ബീഹിൻ്റെ സമയത്തുള്ളതെന്നാണ്. അത് തസ്ബീഹ് എന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്കാരത്തിൽ തസ്ബീഹിൻ്റെ സന്ദർഭങ്ങൾ വരുമ്പോഴാണ് എന്ത് ചെയ്യണത്? വിരൽ ചൂണ്ടുന്നത് എന്നുള്ള അർത്ഥത്തിലാണ്. ഇതിൻ്റെ തസ്ബീഹിലില്ല. അപ്പോൾ ഇവിടെ നമുക്കൊരു ചെറിയ സംശയം എന്താ വെച്ചാൽ, ഇത് തശഹുദ് തുടങ്ങുമ്പോൾ തന്നെ വിരൽ നീട്ടണോ അതോ പകുതിയൊക്കെ അങ്ങോട്ടാണോ എന്നതാണ് സംശയം. അപ്പോൾ ഫീ തശഹുദിഹി എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്ഥാനമല്ലേ, അതിൻ്റെ സന്ദർഭമാണല്ലോ പറയണത്. തശഹുദിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ കുറച്ച് വിശാരത ഉണ്ടോ അതോ ആ തശഹുദിൻ്റെ സന്ദർഭത്തിൽ ആണോ പറയേണ്ടത് എന്നാണ് സംശയം. ഫി തശഹുദ് മിൻ ഹീന മാ യബ്ദഉ ഇല അൻ യൻതഹി അബിൽ മുറാദ് യുഷീറു ബിഹ ഫി തശഹുദി ഫി മൗദിഇൽ ഇശാറ, ആ സമയത്ത് മാത്രമാണോ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് വമാ ഹുവ സബുൽ, എന്തിനാണ് ഈ ഇഷാറത്ത് എന്നുള്ളതാണ്. ഇഷാറത്ത് എന്ന് വെച്ചാൽ സബു ദിക്റുല്ല, അള്ളാഹുവിനെ ദിക്ർ ചെയ്യലാണ് നമ്മൾ ഈ ഇഷാറത്ത് കൊണ്ട് ചൂണ്ടുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഒരു അഭിപ്രായം. വഖ്തലഫൽ ഫുഖഹാൽ മുതഅഖിർ ഫി മാന കലിമത്ത് ദിക്റുല്ലാഹു അൽ മാന ഇൻദ ദിക്രി ലഫ്ദുൽ ജലാല, അള്ളാഹുവിൻ്റെ മഹത്വത്തിൻ്റെ പേര് പറയുമ്പോൾ മാത്രമാണോ വിരൽ ചൂണ്ടേണ്ടത് എന്ന് പിൽക്കാലത്ത് ചർച്ച ഉണ്ട്. അതായത് അത്തഹിയാത്തു ലില്ലാ, ലില്ലാ എന്ന് അള്ളാഹിൻ്റെ പേര് പറയുമ്പോൾ ഒന്ന് ചൂണ്ടുക. അസ്സലാമു അലൈക അയ്യുഹൻ നബി വറഹ്മത്തുല്ലാ എന്ന് പറയുമ്പോൾ അള്ളാഹിൻ്റെ ജലാലത്തിന് നാം വരുമ്പോൾ വീണ്ടും അസ്സലാമു അലൈന വഅല ഇബാദില്ലാ, വീണ്ടും അള്ള വന്നു. അപ്പോൾ തുഷീർ. പിന്നെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ അള്ളാ എന്ന് പറയുമ്പോൾ തുഷീർ. ഹാദ അർബ മറാത്ത് ഫി തശഹുദിൽ അവ്വൽ, ആയത്തിൽ 4 വട്ടം വരും. പിന്നെ അല്ലാഹുമ്മ സല്ലി എന്ന് പറഞ്ഞിടത്ത് അല്ലാഹുമ്മ അല്ലാഹുമ്മ, അവിടെ അല്ലുണ്ട്, അവിടെ ഹംസ 5-മത്തത്. പിന്നെ അല്ലാഹുമ്മ നില്ലിൽ അല്ലാ എന്നുള്ളതുണ്ടല്ലോ അല്ലാഹുമ്മയിൽ. പിന്നെ അല്ലാഹുമ്മ ബാരിക് എന്ന് പറയുമ്പോൾ 6ആയി, മനസ്സിലല്ലേ? അങ്ങനെ അഊദു ബില്ലാഹി മിൻ അദാബി ജഹന്നം എന്നൊക്കെ പറയുമ്പോൾ വീണ്ടും 7ആയി. അങ്ങനെ ജലാലത്തിൻ്റെ സമയത്ത് മാത്രമാണോ ചൂണ്ടണമെന്ന് ചില ആൾക്കാർ. വക്കീൽ മുറാദ് ബി ദിക്രില്ലാഹി അദ്ദിക്റുൽ ഖാസ്, അതല്ല ചില ആൾക്കാർ പറഞ്ഞു ദിക്റുല്ലാ എന്ന് പറഞ്ഞാൽ അത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തിന് മാത്രമേ അത് ബാധകമുള്ളൂ, അല്ലാത്തപ്പോഴൊന്നും അർഷദു ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്ന സമയത്താണ് ചൂണ്ടേണ്ടത് എന്നാണ് ചില ആൾക്കാർ പറഞ്ഞത്. ഇത് പണ്ഡിതന്മാരുടെ അഭിപ്രായ വ്യത്യാസങ്ങളാണ്. പക്ഷേ വലാക്കിൻ്റെ സുന്നത്തിൽ നമ്മൾ കാണുന്നത് അതൊക്കെ എന്താണ്? പ്രാർത്ഥനയുടെ സന്ദർഭങ്ങളിലാണ് ചൂണ്ടേണ്ടത് എന്നാണ് ഹദീസ് എന്ന് മനസ്സിലാകുന്നത്. ലിയാന ലഫ്ദുൽ ഹദീസ് യുഹർരികുഹ യദ്ഉ ബിഹ എന്നാണ്. വിരൽ അനക്കുകയും എന്ത് ചെയ്തു? അതുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു എന്നാണ്. വിരൽ അനക്കുകയും ആ വിരൽ കൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു എന്നതാണ് ഹദീസിലുള്ളത്. നഫ്യു തഹരീഖ് വ ഇസ്ബാത്തു തഹരീഖ് വൽ ജംഉ ബൈനഹുമാ സഹൽ. വ നഫ്യു തഹരീഖ് യുറാദു ബിഹി അത്തഹരീഖു ദായിം വ ഇസ്ബാത്തു തഹരീഖ് യുറാദു ബിഹി അത്തഹരീഖ് ഇൻദ ദുആഇ വ കുല്ലമാ ദഅൗത ഹർരിക് ഇശാറത്ത്. ഇത് പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ നീ ഇങ്ങനെ ഇഷാറത്ത് കാണിക്കുന്നതാണ് കേട്ടോ. ഇല ഉലുവിൽ മദുഉവി സുബ്ഹാനഹു, അള്ളാഹിനെങ്ങനെ മേലക്കാക്കുമ്പോൾ അള്ളാഹുവിനെ സൂചിപ്പിച്ചിട്ട് ഇങ്ങനെ അള്ളാഹുവോട് പ്രാർത്ഥിക്കാണ് വിരൽ ഉപയോഗിച്ചിട്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ ആകുമ്പോൾ അത്തഹിയാത്തുലില്ലാ എന്ന് പറയുമ്പോൾ ഒരു ഇഷാറത്ത് വേണം. അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് പറയുമ്പോൾ വേണം. അസ്സലാമു അലൈന എന്ന് പറയുമ്പോൾ വേണം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് എന്ന് പറയുമ്പോൾ വേണം. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദ് എന്ന് പറയുമ്പോൾ വേണം. അഊദു ബില്ലാഹി മിൻ അദാബി ജഹന്നം എന്ന് പറയുമ്പോൾ വേണം. അദാബുൽ ഖബർ പറയുമ്പോൾ വേണം. ഫിത്നത്തുൽ മഹിയ വൽ മമാത്ത് പറയുമ്പോൾ വേണം. ഫിത്നത്തുൽ മസീഹുദ് ദജ്ജാൽ എന്ന് പറയുമ്പോൾ വേണം. വകുല്ലമ ദഅൗത തുഷീറു ഇഷാറത്തൻ ഇലാ ഉലുവി മൻ തദ്ഉനഹു സുബ്ഹാനഹു വ തആല ഹാദാ ഹുവ അഖ്റബു ഇല സുന്ന. അപ്പോൾ നമ്മളെന്താണ് അള്ളാഹുവിനോട് ഇങ്ങനെ ദുആ ഇറക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കൈ ഉയർത്തുന്നത് എന്ന ഹദീസിൻ്റെ ആശയമാണ് ഏറ്റവും ശരിയായ ആശയം.
അപ്പോൾ ഈ പറയപ്പെട്ട സന്ദർഭങ്ങളൊക്കെ ചില ആൾക്കാർ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും, അതിനേതായാലും ഒരു കുഴപ്പമില്ല. എന്ത് ചെയ്യുക, ചില സന്ദർഭങ്ങളിൽ ഇളക്കുകയും ഇതാക്കുകയും ചെയ്തിട്ടാണ്. അപ്പോൾ അത് ഇത്തരം അള്ളാഹുവിൻ്റെ മഹത്വങ്ങൾ പറയുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്ന സമയത്തോ ഈ പറഞ്ഞൊക്കെ പ്രാർത്ഥനയുടെ സന്ദർഭങ്ങളാണ്. ആ പ്രാർത്ഥനേൻ്റെ ആശയങ്ങൾ വരുന്നിടത്തൊക്കെ കൈ പൊന്തിക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏറി വന്നാൽ എത്ര വരുന്നുള്ളൂ വെച്ചാൽ പിന്നെ ഇദ്ദേഹം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ എന്താണ് 1 2 3 4 5 6 7 8 9 10 9 ഏകദേശം 8 9 സ്ഥലത്താണ് എന്ത് ചെയ്യണത്. അപ്പോൾ ഒരു അത്തഹിയാത്ത് പൂർത്തിയാകുമ്പോഴേക്കിന് എന്തുള്ളൂ, ഒരു 8 9 പ്രാവശ്യമേ എന്ത് ചെയ്യുന്നുള്ളൂ, വിരൽ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്നുള്ളൂ എന്നാണ്. കാരണം ഹദീസിൽ വ്യക്തമായി പറഞ്ഞതാണെന്ത്, യുഹർരിക്കുഹ യദ്ഉ ബിഹാന, അതിനെ ചലിപ്പിക്കുകയും അതുപയോഗിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു എന്ന് അതിൽ പ്രത്യേകമായി പറയുന്നുണ്ട്. അപ്പോൾ കാൽ മുഅല്ലിഫ് യബ്സുതു യുസ്റാഹു, അത് കഴിഞ്ഞു കേട്ടോ. അതിൻ്റെ ഇടത്തെ കൈ അവൻ എന്ത് ചെയ്യണം, ബസത്ത നിവർത്തി പിടിക്കണം. ഇനി അസാബിയഹ അൽ ഫഹദിൽ ഐസർ ലിയനഹു കാൽ അല്ല വയദാഹു അല ഫഹദി, തൊടയിൽ വെച്ചിട്ട് എന്ത് ചെയ്യണം, നിവർത്തി അവനെ വിരലുകൾ കൂട്ടിപ്പിടിച്ച് തൊടയിൽ വെക്കുകയാണ് ഇടത്തെ കൈ ചെയ്യേണ്ടത് എന്നാണ് പറഞ്ഞത്. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് തശഹുദിൻ്റെ അർത്ഥമാണ് പറയാൻ പോകുന്നത്. അത്തഹിയാത്തു ലില്ലാഹി വസ്സലവാത്തു വത്തയ്യിബാത്തു എന്ന് പറയുന്ന പ്രാർത്ഥനയുടെ ഷറഹാണ് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് മുതൽ പറയാൻ പോകുന്നത്. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത